ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. IMS അമ്മയുടെ നടയിൽ നിന്ന് നിങ്ങൾക്ക് സ്നേഹവന്ദനങ്ങൾ. യേശുവിനെ കണ്ടപ്പോൾ ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. ഉടനെ യേശു അവളെ തിരുത്തിക്കൊണ്ട് മഹത്തായ ഭാഗ്യം എന്താണ് എന്ന് അവൾക്ക് പറഞ്ഞു കൊടുത്തു. അത് ഇങ്ങനെയാണ്: ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ലൂക്കായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 27-ഉം 28-ഉം തിരുവചനങ്ങൾ. മനുഷ്യൻ്റെ വീക്ഷണത്തിൽ ഭാഗ്യവാനല്ല, ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ. ലോകദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പലതും ദൈവിക നയനങ്ങളിൽ ഉച്ഛിഷ്ടമായേക്കാം. ദൈവം മഹത്വമായി കരുതുന്ന പ്രവൃത്തികളെ ചിലപ്പോൾ മനുഷ്യൻ്റെ കൊച്ചു ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരികയില്ല. ആകാശം ഭൂമിയേക്കാൾ എത്ര ഉയർന്നു നിൽക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ചിന്തകളും വഴികളും മനുഷ്യരുടേതിനേക്കാൾ ഉന്നതമാണ്. യേശുവിൻ്റെ മനോഭാവവും കാഴ്ചപ്പാടുകളും സ്വായത്തമാക്കുവാൻ കഴിയുന്നവർക്ക് ലോകത്തിൻ്റെ ക്ലേശങ്ങളിലും പീഡകളിലും സൗഖ്യങ്ങളിലെന്നതുപോലെ സന്തോഷിക്കുവാൻ സാധിക്കും. ആഹ്ലാദിച്ച് ഫലിതങ്ങൾ പറയുവാൻ കഴിയുന്നവരെ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് വിശുദ്ധ തോമസ് മൂർ മരണനാഴികയിൽ പോലും ഫലിതങ്ങൾ പറഞ്ഞിരുന്നു. വധസ്ഥലത്തേക്ക് കയറുവാനുള്ള ഗോവേണി ഉറപ്പില്ലാത്തതാണെന്ന് കണ്ട് അദ്ദേഹം കൂടെയുണ്ടായിരുന്നവരോട് ഇങ്ങനെ പറഞ്ഞു, മുകളിലേക്ക് കയറുവാൻ എന്നെ സഹായിക്കുക, താഴോട്ട് വരുന്ന കാര്യം ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. വധശിക്ഷയുടെ സമയമായപ്പോൾ അല്പനേരം മുട്ടുകുത്തി പ്രാർത്ഥിച്ചതിനു ശേഷം ആരാച്ചാരെ ചുംബിച്ചുകൊണ്ട് വിശുദ്ധൻ പറഞ്ഞു, സ്നേഹിത, ധൈര്യം അവലംബിക്കുക. നിങ്ങളുടെ ചുമതല നിർവഹിക്കുവാൻ നിങ്ങൾ സങ്കോചം വിചാരിക്കേണ്ട. എൻ്റെ കഴുത്ത് വളരെ നീളം കുറഞ്ഞതാണ്. അതിനാൽ നിങ്ങൾക്ക് അപകീർത്തി വരാതിരിക്കുവാൻ, ലക്ഷ്യം പിഴയ്ക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം. അനന്തരം വധമണ്ഡപത്തിൽ നിവർന്ന് കിടന്ന് താടി മീശ ഒരു വശത്തേക്ക് നീക്കിക്കൊടുത്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, എൻ്റെ താടി മീശ ഒരു അപരാധവും ചെയ്തിട്ടില്ല, അതിനാൽ അത് ഛേദിക്കപ്പെടാതിരിക്കട്ടെ. പ്രിയമുള്ളവരെ, യേശുവിൽ വസിക്കുന്നവർക്ക് പീഡനങ്ങൾ പോലും സന്തോഷകരമായ അനുഭവമാണ്. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ പീഡനങ്ങളും ശത്രുക്കളുടെ കുടിലതന്ത്രങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ കർത്താവായ ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവായ ഈശോയിലുള്ള ജീവിതം നമ്മൾ നയിക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും നമുക്കുണ്ടായിരിക്കുകയില്ല. നമ്മുടെ ജീവിതം സന്തോഷകരമായ ജീവിതമായി മാറും. അതിനായിട്ടുള്ള അനുഗ്രഹം പരിശുദ്ധമ്മ IMS അമ്മ നിങ്ങൾക്ക് തരട്ടെ. അമ്മ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിക്കട്ടെ. ആമേൻ.